വെൽക്കം ബാക്ക് ടു സ്റ്റഡി ലിറ്ററേച്ചർ. ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ള വർക്ക് എന്നുള്ളത് സ്റ്റീഫൻ ഗ്രീൻബ്ലാഡ്സിൻ്റെ ഇൻട്രൊഡക്ഷൻ ടു ദ പവർ ഓഫ് ഫോംസ് ഇൻ ദ ഇംഗ്ലീഷ് റിനേസൻസ് എന്ന വർക്കിനെ പറ്റിയിട്ടാണ്. മൊഡ്യൂൾ 4 ഈ ഒരു വർക്കിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളത്. മൊഡ്യൂൾ 4 ഫസ്റ്റത്തെ വർക്ക് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ കാണാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സെക്കൻഡ് വർക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. ന്യൂ ഹിസ്റ്റോറിസിസം എന്ന ക്രിട്ടിക്കൽ അപ്രോച്ചിന് വേണ്ടിയിട്ടുള്ള ഒരു ഫൗണ്ടേഷണൽ ടെക്സ്റ്റായിട്ടാണ് ഈ ഒരു വർക്കിനെ സ്റ്റീഫൻ ഗ്രീൻബ്ലാഡ്സ് ഈ ഒരു വർക്കിനെ കൺസിഡേർഡ് ചെയ്യുന്നുള്ളത്. ഗ്രീൻബ്ലാഡ്സ് വാദിക്കുന്നുള്ളത് ഈ ഒരു ലിറ്റററി വർക്ക്സ് എന്നുള്ളത് ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നുള്ളത് ഡൈനാമിക്കൽ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ആയിട്ടാണ്. ഗ്രീൻബ്ലാഡ് യൂസ് ചെയ്യുന്നുള്ളത് ഇൻട്രൊഡക്ഷൻ ടു ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ദ കൺസെപ്റ്റ് ഓഫ് ന്യൂ ഹിസ്റ്റോറിസിസം എന്നുള്ളതാണ്. ന്യൂ ഹിസ്റ്റോറിസിസം എന്നുള്ളത് ട്രഡീഷണൽ ഹിസ്റ്റോറിക്കൽ ക്രിറ്റിസിസത്തിനും അതുപോലെ തന്നെ ഫോർമലിസ്റ്റ് അപ്രോച്ചസിനും ഇടയിലുള്ള അതിൽ രണ്ടിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളതാണ് ന്യൂ ഹിസ്റ്റോറിസിസം എന്ന് പറയുന്നുള്ളത്. ഈ ഒരു ന്യൂ ഹിസ്റ്റോറിസിസം എംബസൈസ് ചെയ്യുന്നുള്ളത് ലിറ്ററേച്ചറും അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സ്, പവർ, ഡൈനാമിക്സ്, സോഷ്യൽ ഫോഴ്സസ് എന്നിവയുടെ ഇടയിലുള്ള ഇൻ്റർ കണക്റ്റഡ്നെസ്സിനെയാണ് ഈ ഒരു ന്യൂ ഹിസ്റ്റോറിസിസം എംബസൈസ് ചെയ്യുന്നുള്ളത്. ഗ്രീൻബ്ലാഡ് അനലൈസ് ചെയ്യുന്നുള്ളത് ക്യൂൺ എലിസബത്തിൻ്റെ റിച്ചാർഡ് സെക്കൻഡിൻ്റെ പെർഫോമൻസിൽ ഡിസ്കംഫർട്ടായിട്ടുള്ള ക്യൂൺ എലിസബത്തിനെയാണ്. അതുപോലെ തന്നെ ഈ ഒരു പ്ലേൻ്റെ തീം എന്നുള്ളത് അവളുടെ ഭരണത്തെ പൊളിറ്റിക്കൽ ഭീഷണിയാണ് ഈ ഒരു പ്ലേൻ്റെ തീം എന്നുള്ളത്. അതുപോലെ തന്നെ എങ്ങനെയാണ് ലിറ്ററേച്ചർ ആ ഒരു സമകാലിക കണ്ടംപററി ആൻസൈറ്റീസിനെ ലിറ്ററേച്ചറിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത് എന്നുകൂടിയാണ് ഈ ഒരു ഗ്രീൻബ്ലാഡ് അനലൈസ് ചെയ്യുന്നുള്ളത്. ഇൻട്രൊഡക്ഷൻ ചലഞ്ച് ചെയ്യുന്നുള്ളത് ഐഡിയ ഓഫ് സിംഗിളാണ്. ഐഡിയ ഓഫ് എ സിംഗിളെയാണ് ഈ ഒരു ഇൻട്രൊഡക്ഷൻ ചലഞ്ചസ് ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ യൂണിഫൈഡ് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവിനെയൊക്കെ ഈ ഒരു ഇൻട്രൊഡക്ഷൻ ചലഞ്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലിറ്റററി വർക്ക്സ് എന്നുള്ളത് മൾട്ടിപ്പിൾ സൈഡ്സ് ഓഫ് മൾട്ടിപ്പിളിന് അണ്ടർസ്റ്റുഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന് വാദിക്കുന്നുണ്ട്. ചില സമയത്ത് ഇൻ്റർപ്രിട്ടേഷനിൽ കോൺഫ്ലിക്റ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ കോംപ്ലക്സ് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പ് ഓഫ് ദ ടൈമിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രീൻബ്ലാഡ് അഡ്വക്കേറ്റ് ചെയ്യുന്നുള്ളത് മോർ ഡിസിപ്ലിനറി അപ്രോച്ച് ലിറ്റററി അനാലിസിസോടും അതുപോലെ തന്നെ ഇൻകോപ്പറേറ്റിംഗ് ഹിസ്റ്റോറിക്കൽ ഡോക്യുമെൻറ്റ്സോടും വേണമെന്നാണ്. സോഷ്യൽ പ്രാക്ടീസസിനോടും അതുപോലെ തന്നെ കൾച്ചറൽ കോണ്ടെക്സ്റ്റിനോടൊക്കെ ഈ ഒരു മോർ ഇൻ്റർ ഡിസിപ്ലിനറി അപ്രോച്ച് വേണമെന്നാണ് പറയുന്നുള്ളത്. എന്തിനു വേണ്ടിയിട്ടെന്ന് വെച്ചാൽ ഒരു ലിറ്റററി വർക്കിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫുള്ളായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മോർ ഇൻ്റർ ഡിസിപ്ലിനറി അപ്രോച്ച് ഇതിനോടൊക്കെ വേണമെന്ന് ഗ്രീൻബ്ലാഡ് അഡ്വക്കേറ്റ് ചെയ്യുന്നുള്ളത്. ഗ്രീൻബ്ലാഡ് വിമർശിക്കുന്നുള്ളത് ലിറ്ററേച്ചറിനെ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു ഐഡിയയെ ഇദ്ദേഹം വിമർശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സെൽഫിൽ നിന്ന് അദ്ദേഹം ഡിസ്റ്റൻസ് ചെയ്യുന്നുള്ളത് ഓൾഡർ ഫോംസ് ഓഫ് ഹിസ്റ്റോറിക്കൽ ക്രിറ്റിസിസത്തിൽ നിന്നും അതുപോലെ തന്നെ പ്യുവർലി എസ്തെറ്റിക് അനലൈസിന് ഫോക്കസ് ചെയ്തിട്ടുള്ള ന്യൂ ഹിസ്റ്റോറിസിസത്തിൽ നിന്നും അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഡിസ്റ്റൻസ് നൽകുന്നുണ്ട്. ഇനിയൊരു ന്യൂ ഹിസ്റ്റോറിസിസം ഹാസ് എ കൺസെപ്റ്റ് എടുത്തു നോക്കുകയാണെങ്കിൽ ദിസ് ഇൻട്രൊഡക്ഷൻ ഈസ് കൺസിഡേർഡ് ദ ഫസ്റ്റ് മേജർ ആർട്ടിക്കുലേഷൻ ഓഫ് ദ ടേം ന്യൂ ഹിസ്റ്റോറിസിസം. ഈ ഒരു ന്യൂ ഹിസ്റ്റോറിസിസം എംബസൈസ് ചെയ്യുന്നുള്ളത് ദ നീഡ് ടു അനലൈസ് ലിറ്റററി ടെക്സ്റ്റ് ത്രൂ ദ ലെൻസ് ഓഫ് പവർ ഡൈനാമിക്സിലൂടെയും സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലൂടെയും കൾച്ചറൽ പ്രാക്ടീസസ് ഓഫ് ദ ടൈമിലൂടെയും ലിറ്റററി ടെക്സ്റ്റിനെ അനലൈസ് ചെയ്യുക എന്നതിനെയാണ് ഈ ഒരു ന്യൂ ഹിസ്റ്റോറിസം എംബസൈസ് ചെയ്യുന്നുള്ളത്. ഗ്രീൻബ്ലാഡ് യൂസ് ചെയ്യുന്നുള്ളത് ക്യൂൺ എലിസബത്തിൻ്റെ ആ ഒരു റിച്ചാർഡ് സെക്കൻഡിൻ്റെ പെർഫോമൻസോടുള്ള ആ ഒരു ഡിസപ്രൂവൽ ഉണ്ടല്ലോ, അതിനെയാണ് ഇവിടെ എക്സാമ്പിളായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിസപ്രൂവൽ എന്ന് വെച്ചാൽ എങ്ങനെയാണ് ആ ഒരു പ്ലേ പൊളിറ്റിക്കലി ചാർജ്ഡ് അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റിനെ അട്ടിമറിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പ്ലേ എങ്ങനെയാണ് എന്നത് ഇല്ലുസ്ട്രേറ്റ് ചെയ്യുന്നതാണ്. ഗ്രീൻബ്ലാഡ് വാദിക്കുന്നുള്ളത് ലിറ്റററി വർക്ക്സ് എന്നുള്ളത് അതിൻ്റെ ടൈമിനോട് സിംപ്ലി റിഫ്ലക്ഷൻ ചെയ്യുന്നത് മാത്രമല്ല, പകരം ഓഡിയൻസും ഹിസ്റ്റോറിക്കൽ മൊമെൻറ്റും ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള മൾട്ടിപ്പിൾ മീനിങ്സ് ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ കൾച്ചറൽ ഡിസ്കോഴ്സിലും ആക്റ്റീവ് പാർട്ടിസിപ്പൻസ് ആണ് ഈ ഒരു ലിറ്റററി വർക്ക്സിന് എന്നാണ് ഈ ഒരു ഗ്രീൻബ്ലാഡ് വാദിക്കുന്നുള്ളത്.
ദ ന്യൂ ഹിസ്റ്റോറിസിസം പറയുന്നുള്ളത് ഔട്ട്ലൈൻ ചെയ്തിട്ടുള്ളത് ഗ്രീൻ ബ്ലാഡ്സിൻ്റെ ഇൻട്രൊഡക്ഷൻ ടു ദ പവർ ഓഫ് ഫോംസ് ഇൻ ദ ഇംഗ്ലീഷ് റിനേസൻസ് എന്ന വർക്കിലൂടെയാണ്. അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടിനെയും ലിറ്റററി ഇൻ്റർപ്രിട്ടേഷനിലുള്ള യൂണിഫൈഡ് വിഷൻസ്, നോഷൻ ഓഫ് എ യൂണിഫൈഡ് വിഷൻസിനെ ഇത് ചലഞ്ച് ചെയ്യുന്നുമുണ്ട്. ഗ്രീൻ ബ്ലാഡ്സിൻ്റെ അനലൈസിലുള്ള ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, അദ്ദേഹം ഒരു ലിറ്റററി ടെക്സ്റ്റ് അനലൈസ് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ പൊളിറ്റിക്കൽ ക്ലൈമറ്റും സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ക്ലൈമറ്റ് കൺസിഡർ ചെയ്യണം എന്നത് എംഫസൈസ് ചെയ്യുന്നുണ്ട്. ഗ്രീൻ ബ്ലാഡ് സജസ്റ്റ് ചെയ്യുന്നുള്ളത് ടെക്സ്റ്റ് എന്നുള്ളത് ഒരിക്കലും ഐസൊലേറ്റഡ് ആയിട്ടുള്ള എൻറ്റിറ്റീസ് അല്ല, പകരം അതർ ടെക്സ്റ്റുമായിട്ട് ഡയലോഗിൽ എൻഗേജ്ഡ് ആണ്. അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ ഇവൻസുമായിട്ട് എൻഗേജ്ഡ് ആണ്. അതുപോലെ തന്നെ വെബ് ഓഫ് മീനിങ്ങിൽ കോംപ്ലക്സ് വെബ് ഓഫ് മീനിങ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നുള്ളത്. ഈ ഒരു ഇൻ്റർടെക്സ്റ്റാലിറ്റിയിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയുന്നുള്ളത്. ഇനി റീഡേഴ്സിൻ്റെ റോൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഡൈനാമിക് നേച്ചർ ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ, പെട്ടെന്നുള്ള ആ ഒരു വ്യാഖ്യാനത്തിൻ്റെ ആ ഒരു നേച്ചർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഗ്രീൻ ബ്ലാഡ് എംഫസൈസ് ചെയ്യുന്നുള്ളത് റീഡർ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ഹിസ്റ്റോറിക്കൽ പേഴ്സ്പെക്റ്റീവിനെ ബേസ് ചെയ്തുകൊണ്ട് മീനിങ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നതിൽ റീഡറിൻ്റെ റോൾ എന്നുള്ളത് വെരി ആക്റ്റീവ് എന്നത് ഈ ഒരു ഗ്രീൻ ബ്ലാഡ് എംഫസൈസ് ചെയ്യുന്നുണ്ട്. കീ പോയിൻറ്റ്സ് അബൌട്ട് ദ ഇൻട്രൊഡക്ഷൻ. ന്യൂ ഹിസ്റ്റോറിസിസം എന്ന് പറയുന്നുള്ളത് ആസ് എ ന്യൂ അപ്രോച്ചാണ് ഗ്രീൻ ബ്ലാഡ് ഡിസ്റ്റിങ്ഷ് ചെയ്യുന്നുള്ളത്. ന്യൂ ഹിസ്റ്റോറിസിസം എന്ന് പറയുന്നുള്ളത് ഏർലിയർ ഹിസ്റ്റോറിക്കൽ ക്രിറ്റിസിസത്തിൽ നിന്നും അതുപോലെ തന്നെ ഫോർമലിസ്റ്റ് അപ്രോച്ചസിൽ നിന്നുമാണ്. ഈ ഒരു ന്യൂ ഹിസ്റ്റോറിസിസം എംഫസൈസ് ചെയ്യുന്നുള്ളത് ലിറ്ററേച്ചറിൻ്റെയും അതുപോലെ തന്നെ സോഷ്യൽ, പൊളിറ്റിക്കൽ, കൾച്ചറൽ ഫോഴ്സ് ഓഫ് ദ ടൈം ഇതിൻ്റെ ഇടയിലുള്ള ഇൻ്റർ കണക്റ്റഡ്നെസ്സിനെയാണ് ഈ ഒരു ന്യൂ ഹിസ്റ്റോറിസിസം എംഫസൈസ് ചെയ്യുന്നുള്ളത്. ഗ്രീൻ ബ്ലാഡ് യൂസ് ചെയ്തിട്ടുള്ളത് ഹിസ്റ്റോറിക്കൽ അനക്ഡോട്ട് ഓഫ് ക്യൂൺ എലിസബത്തിൻ്റെ ഉപകഥയാണ്, ചരിത്ര ഉപകഥയാണ് അദ്ദേഹം യൂസ് ചെയ്തിട്ടുള്ളത്. ക്യൂൺ എലിസബത്ത് എന്ത് ചെയ്യുന്നു, റിച്ചാർഡ് സെക്കൻഡിൻ്റെ പെർഫോമൻസിൽ ഡിസ്കംഫർട്ട് ആവുന്നത് ഏതിനെയാണ് സൂചിപ്പിക്കുന്നത്? ഇതൊരു പ്രൈം എക്സാമ്പിൾ ഓഫ് എങ്ങനെയാണ് ഒരു പ്ലേ പൊളിറ്റിക്കൽ ത്രെറ്റ്, പൊളിറ്റിക്കൽ ഭീഷണി പെർസീവ്ഡ് ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ ഏത് കാരണമായിട്ടാണ് ഡ്യൂ ടു ഇറ്റ്സ് മിററിംഗ് ഓഫ് കണ്ടംപററി പവർ ഡൈനാമിക്സ് കാരണമായിട്ട് പൊളിറ്റിക്കൽ ത്രെറ്റ് പെർസീവ്ഡ് ചെയ്യുന്നുള്ള ആ ഒരു ക്യൂൺ എലിസബത്തിൻ്റെയും റിച്ചാർഡ് സെക്കൻഡിൻ്റെയും പ്രൈം എക്സാമ്പിൾ ആര് യൂസ് ചെയ്യുന്നുണ്ട്, ഗ്രീൻ ബ്ലാഡ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം വാദിക്കുന്നുള്ളത് ലിറ്റററി വർക്ക്സ് എന്നുള്ളത് ഒരിക്കലും അതിൻ്റെ ടൈമോട് സിംപ്ലി റിഫ്ലക്ഷൻ അല്ല, പകരം ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പൻസ് ചെയ്യുന്നുള്ളത് പവർ സ്ട്രഗിൾസിലും അതുപോലെ തന്നെ ഐഡിയോളജിക്കൽ കോൺഫ്ലിക്റ്റ് ഓഫ് എ ഗിവൻ ഇറയുടെ ഐഡിയോളജിക്കൽ കോൺഫ്ലിക്റ്റിനെയും അതുപോലെ തന്നെ പവർ സ്ട്രഗിൾസിലുമാണ് ഈ ഒരു ലിറ്റററി വർക്ക്സ് എന്ത് ചെയ്തിട്ടുള്ളത്, ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പൻസ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഒരു ലിറ്റററി വർക്ക്സ് പ്രസൻറ്റ് ചെയ്യുന്നുള്ളത് എന്താണ്, മോർ ഡൈനാമിക് വ്യൂ ഓഫ് ലിറ്റററി ലിറ്റററി വ്യാഖ്യാനത്തിൻ്റെ പെട്ടെന്നുള്ള ആ ഒരു ഡൈനാമിക് ആയിട്ടുള്ള വ്യൂ ആണ് ഈ ഒരു ലിറ്റററി വർക്ക്സ് എന്ത് ചെയ്തിട്ടുള്ളത്, പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. ക്രിട്ടിക് ഓഫ് ട്രഡീഷണൽ ഇൻ്റർപ്രിട്ടേഷനെ ക്രിട്ടിക് ചെയ്യുന്നത്. ഗ്രീൻ ബ്ലാഡ് ഏതിനെയാണ് ചലഞ്ച് ചെയ്യുന്നുള്ളത്, നോഷൻ ഓഫ് യൂണിഫൈഡിനെ ചലഞ്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ടെക്സ്റ്റിൻ്റെ സിംഗുലർ മീനിങ്ങിനെ ചലഞ്ച് ചെയ്യുന്നുണ്ട്. പിന്നെ സജസ്റ്റ് ചെയ്യുന്നുള്ളത് എന്താണ്, ഡിഫറെൻ്റ് ഓഡിയൻസ് ഏതിനെ ഇൻ്റർപ്രിറ്റ് ചെയ്യും, സെയിം വർക്കിനെ വാസ്റ്റ്ലി ഡിഫറെൻറ്റ് വേസ് ഡിപ്പെൻഡിങ് ഓൺ ദർ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ്. വാസ്റ്റ്ലി ഡിഫറെൻറ്റ് വേസ് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ള ആ ഒരു സെയിം വർക്ക് ഇൻ്റർപ്രിറ്റ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ഓഡിയൻസസിനെയാണ് ഈ ഒരു ഗ്രീൻ ബ്ലാഡ് പറയുന്നുള്ളവർ സജസ്റ്റ് ചെയ്യുന്നുള്ളത്. സോ ഈ ഒരു ഗ്രീൻ ബ്ലാഡിൻ്റെ വർക്കിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയുന്നുള്ളത്. ഈ ഒരു വർക്ക് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാണെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വർക്ക് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തീർച്ചയായും കമൻറ്റ് ചെയ്യുക.